ഹലോ, ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രവാസികൾക്കേ ഒന്ന് വർത്തമാനം പറയാൻ ആരെങ്കിലും ഉള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകാനും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കാനും ഇടയ്ക്ക് ഈ ഡ്യൂട്ടി തിരക്കിനിടയ്ക്കൊക്കെ ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഒരു ഭയങ്കര ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഞങ്ങളിന്ന് നാത്തൂൻ്റെ അടുത്ത് വരെ ഒന്ന് പോവുകയാണേ. നാത്തൂൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ആഡം എന്നാണ് പേര് കേട്ടോ. ആഡംകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കോവൻട്രി വരെ എത്തിയതാണ് കേട്ടോ. തലേദിവസം തന്നെ ഞങ്ങൾ എത്തി. എനിക്ക് ഡ്യൂട്ടി ആയിരുന്നെങ്കിലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. രാത്രിയിലാണ് അവിടെ എത്തിയത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോസാണ് കാണുന്നത്. പിറ്റേ ദിവസം പിള്ളേരൊക്കെ ഇറങ്ങി എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. കളിയും ചിരിയും പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ പുറത്ത് നടന്നു. ഭാഗ്യം കൊണ്ടന്ന് മഴയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമേ ഞങ്ങൾ വെയിൽസിൽ നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പം പിറ്റേ ദിവസം അത്ര മഴയില്ലായിരുന്നു, എന്നാലും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇളയ കുഞ്ഞിനാണെങ്കിൽ പനിയും ചെറിയ ജലദോഷമൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ ദൈവം സൂക്ഷിച്ചു കേട്ടോ. ഞങ്ങളിങ്ങനെ പുറത്തിരുന്നിട്ടേ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാനും ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൈത്തുന്നലാണല്ലോ പരിപാടി. അതൊക്കെ ഇങ്ങനെ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണേ. പിന്നെ പുറത്തിപ്പം പൂക്കാലമൊക്കെ ആയതുകൊണ്ടും പൂക്കളൊക്കെ നല്ലതായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. കുറേ പൂവൊക്കെ അതിൻ്റെ സമയം കഴിയാറായി, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ കാണാൻ വേണ്ടി. കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുമ്പോഴും കളിക്കുമ്പോഴും വർത്താനം പറയുമ്പോഴൊക്കെ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി എനിക്ക് കേട്ടോ. അങ്ങനെ ഇത് ബർത്ത്ഡേയുടെ ദിവസം എത്തി. നമ്മൾ വൈകുന്നേരം ജോബിൻ അവിടെ കുറച്ച് ബലൂണൊക്കെ വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തു. നമ്മൾ ഒരുമിച്ചിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. കുറച്ച് പേരുള്ളായിരുന്നു കേട്ടോ, അധികം ആരൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുറച്ച് പേരൊരു സന്തോഷത്തിന് മാത്രം. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി ഓർഡർ ചെയ്തേക്കുമായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ബിരിയാണിയും അച്ചാറും നമ്മുടെ സാലഡും. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെളിയിലിരുന്ന് കഴിച്ചു. ഇത് പോകുന്ന ദിവസത്തെ കരച്ചിലാണ് കേട്ടോ. 2 പേരും നല്ല കരച്ചിലാണ്. നമ്മുടെ മുത്തുക്കുട്ടി ആടംകുട്ടനും നല്ല കരച്ചിലാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണേ. എല്ലാം കരച്ചില, കൂട്ടക്കരച്ചില്. നിങ്ങളൊന്ന് നോക്കിട്ട് വരണേ. ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ അവിടുന്ന് നേരത്തെ ഇറങ്ങുന്നത്. നാത്തൂൻ്റെ വക നല്ല കരിമീൻ പൊള്ളിച്ചതും ചമ്മന്തിയും ചോറും കയ്യിലുണ്ട്. ചെന്നിട്ട് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങണം.